ഒന്നും നല്ല പ്രതീക്ഷിച്ചു. പക്ഷെ എന്നാലും അതിന്റെ ഇപ്പൊ മുകളിലേക്ക് പടം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സംവിധായകന്റെ ബ്രില്യൻസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്ര അടിപൊളി ഇതില് മാറ്റി മറിക്കും. കാരണം ഒരു 2046 ഇങ്ങനെയൊക്കെ എടുക്കാന്ന് വെച്ചാലേ നമ്മളൊക്കെ ഉദ്ദേശിച്ച വേറൊരു രീതിയിലൊക്കെയല്ല പല പടങ്ങളും കണ്ടുള്ളൂ. ഇത് അങ്ങനെയല്ല. ഇത് വേറെ രീതിയില് അലക്കി കുഴുക്കി പുള്ളി നല്ലപോലെ എടുത്തിട്ടുണ്ട്. നല്ല ഒരു സംവിധായകന്റെ തന്നെ കഴിവ്, വേറെ ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. ഒരു ഡയറക്ടർ ബ്രില്യന്റ്. അടിപൊളി. വിശാന്ത് സാറിന്റെ ഡയറക്ഷൻ അടിപൊളിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ വർക്ക്ഡ് ഓൺ ദിസ്. ഒരുപാട് ഫണ്ണായിരുന്നു കാണാൻ, ഇതിനകത്ത് വർക്ക് ചെയ്യാനും. നമ്മൾ തിയേറ്ററിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ തന്നെ അത് കാണാം. അതെ. പ്രശാന്തിന്റെ ഇമാജിനേഷൻ ഓഫ് 2046 ആണ്. അതൊന്നും ഇങ്ങനത്തെ ഒരു ജോണറിലെ ഒരു സിനിമ ഇതുവരെ വന്നിട്ടുണ്ട്. കൊച്ചി 2046 എങ്ങനെയായിരിക്കും എന്നൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അടിപൊളി പരിപാടികളാണ്. ടെക്നിക്കാലിറ്റി പെർഫെക്റ്റ് ആണ്. ഐ തിങ്ക് പ്രശാന്ത് ഇൻ ടേംസ് ഓഫ് ടെക്നിക്കാലിറ്റി അൺമാച്ച്ഡ് ആണ്. അതില് എല്ലാവരും, സിനിമാറ്റോഗ്രാഫർ പ്രയാഗ്, മ്യൂസിക് ഡയറക്ടർ വർക്കി, ആൽവിൻ, ആർട്ട് വർക്ക്, ദിവ്യയുടെ കോസ്റ്റ്യൂംസ്, എവറിഥിങ് ആസ് ബെസ്റ്റ് ആസ് പോസിബിൾ ഡെലിവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇത്രയും ഒരു ഇതില് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിലാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് പ്രശാന്തേട്ടനാണ്. പ്രശാന്തേട്ടന്റെ മൂവിയാണ്. പിന്നെ ഇതിലെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ രജീഷ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. എനിക്ക് ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഒക്കെ രജീഷ കൊണ്ടുപോയി എന്ന് പറയണം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാം നിരഞ്ജിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഞാൻ ഈ സിനിമ കണ്ടത്. പിന്നെ ദിവ്യപ്രഭ വേറെ കോമഡി അടിപൊളി. പിന്നെ ഈച്ച് എവ്രി ഓരോ റോള് ചെയ്തവർക്കും അതിൻ്റെതായ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പ്രശാന്തേട്ടൻ. പിന്നെ മ്യൂസിക്, എഡിറ്റിംഗ് എല്ലാം ആ ഒരു ഫീച്ചർ സാധന നമ്മളൊന്ന് ആലോചിച്ച് ഇന്റർനാഷണൽ ലെവലിൽ സിനിമയാണ് മലയാളത്തിൽ വന്നേക്കുന്നത്. സോ ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയാണ്. സോ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. മസ്തിഷ്കം മരണം പേര് പോലെ നല്ല വെറൈറ്റിയാണ്. നമ്മുടെ ആർട്ടിസ്റ്റ് ഉണ്ട്, രാഹുൽ ഭോഗൻ, കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും നല്ല കിട്ടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഒരു ഫ്യൂച്ചറിസ്റ്റ് പടം എന്നൊക്കെ പറയുന്ന ഒരു കിട്ടലം പടമാണ്. ഫസ്റ്റ് ആയിട്ട് എല്ലാവരും ദിവ്യപ്രഭ ഞെട്ടിച്ചു. ദിവ്യപ്രഭ ഭയങ്കര കിട്ടലായിരുന്നു. ദിവ്യപ്രഭ നമ്മള് ഇതേവരെ കാണാത്ത ഒരു ക്യാരക്ടർ പരിപാടി, കുറച്ചും കൂടി ഒരു ലൗഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ദിവ്യൊക്കെ ഭയങ്കര കിടലായിട്ട് അഭിനയിച്ചത്. ഫസ്റ്റ് പരിപാടിയാണ്. ഓക്കെ.